ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സേഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. C-295 ये विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं और आत्मनिर्भर भारत का संकल्प भी मजबूत हो रहा है. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റാ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. सरकार देश के करोड़ों परिवारों तक सुरक्षा का कवच पहुंचा रही है. प्रधानमंत्री सुरक्षा बीमा योजना के तहत केवल 20 रुपए के सालाना प्रीमियम, उस पर 2 लाख रुपए तक का दुर्घटना बीमा मिलता है. इस योजना से पीड़ित परिवारों को अब तक जो हिसाब मिला है 3,700 करोड़ रुपए से अधिक की सहायता मिल चुकी है. മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कुछ आग्रह किए थे. मैं देश के हर नागरिक का आभारी हूं कि मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं. मुझे इस बात की खुशी है. इस ग्लोबल क्राइसिस का हम भारतीय मिलकर मुकाबला कर रहे हैं. मुझे विश्वास है जन भागीदारी की यही शक्ति हमें मजबूती देगी, हमें सफल बनाएगी. ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. साथियों, मैं अक्सर कहता हूं, जो खेलता है वो खिलता है. आज देश में ऐसे युवाओं की संख्या बहुत तेजी से बढ़ रही है, जो खेल भी रहे हैं और खिल भी रहे हैं. पहले की तुलना में अब कहीं अधिक युवा खेलों को कैरियर के रूप में अपना रहे हैं. ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റു വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സേഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷൽസിൽ എത്തിയത്. സേഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സേഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 അംഗ രക്ഷാസംഘം ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80-ാം മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സേഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.